നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ നിർണായക മൊഴി. ചുറ്റിക ഉപയോഗിച്ച് അഫാൻ ആദ്യം അമ്മ ഷെമിയെ ആക്രമിച്ചുവെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ ആക്രമണത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയതിനെക്കുറിച്ചും അത് ഉപയോഗിച്ച് ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചും അഫാൻ വ്യക്തമാക്കുന്നു. സംഭവ ദിവസം രാവിലെ 11 മണിക്ക് ശേഷം അമ്മ ഷെമിയുമായി അഫാൻ വഴക്കിട്ടിരുന്നു. ശേഷം അവരുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധം കെട്ട് വീണ ഷെമി മരിച്ചുവെന്ന് കരുതി വാതിൽ പൂട്ടി അഫാൻ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. പിന്നീട് സുഹൃത്തിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റികയും ബാഗും വാങ്ങി. തുടർന്ന് ഉമ്മുമ്മ സൽമ ബീവിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി. മാല കൈക്കലാക്കി. തുടർന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഷെമി കരയുന്നത് കണ്ടു. ഇതോടെ ചുറ്റികയെടുത്ത് അവരുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി. കൊണ്ടു നടക്കാനുള്ള സൗകര്യം വാങ്ങുമ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ലെന്നും ശക്തമായ ഒറ്റയടിയിൽ തന്നെ ഇര മരണത്തിന് കീഴടങ്ങുമെന്നുള്ള വിശ്വാസം, ഇതൊക്കെയാണ് ആക്രമണത്തിന് ചുറ്റിക തിരഞ്ഞെടുക്കാമെന്നാണ് അഫാൻ നൽകിയ മൊഴി. സൽമ ബീവിയുടെ കൊലപാതക കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലും മാല പണയം വെച്ച കടയിലുമായിരുന്നു തെളിവെടുപ്പ്. അഫാൻ എത്തിയ കാര്യം ഇവിടങ്ങളിൽ ജീവനക്കാർ സ്ഥിരീകരിച്ചു. പണം അയക്കാനെത്തിയ ബാങ്കിന്റെ CDM കേന്ദ്രത്തിനും അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിൽ ശനിയാഴ്ച വൈകിട്ട് അഫാനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും.